ആർക്കൊക്കെ അറിയാം ഈ കാണുന്നത് ഉറുമ്പല്ലെന്ന്? അതെടോ, ഇത് ഉറുമ്പല്ല. കെരൻഗ ഉറുമ്പിനെ പോലെയുള്ള ഒരു ഉറുമ്പ് ചിലന്തിയാണിത്. ഇതിൻ്റെ പേരാണ് ആൻഡ് മിമിക്കിംഗ് സ്പൈഡർ. നിങ്ങൾ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിരിക്കും ഇത് നെയ്ത്തുകാരൻ ഉറുമ്പിനോട് അവിശ്വസനീയമാം വിധം സാമ്യമുള്ള ഒരു ചിലന്തിയാണെന്ന്. ഉറുമ്പ് ചിലന്തി വലുപ്പത്തിലും ആകൃതിയിലും നിറത്തിലും നെയ്ത്തുകാരൻ ഉറുമ്പിനെ അനുകരിക്കുന്നു. പ്രത്യേകിച്ച് പെൺചിലന്തി അതിൻ്റെ ഉറുമ്പ് എതിരാളികളിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയില്ല. അതിൻ്റെ ശരീരം ഒരു ഉറുമ്പിനെ പോലെ നീണ്ടതും മെലിഞ്ഞതുമായി പരിണമിച്ചു. ഇതിന് 2 പ്രധാന ശരീരഭാഗങ്ങളുണ്ട്. അവ അതിൻ്റെ നെഞ്ചിലെയും വയറിലെയും സങ്കോചങ്ങൾ കാരണം ഉറുമ്പിനെ പോലെ 3 എണ്ണമായി കാണപ്പെടുന്നു. ഉറുമ്പ് ചിലന്തിയുടെ തലയിൽ പോലും ഉറുമ്പിൻ്റെ കണ്ണുകളെ അനുകരിക്കാൻ കറുത്ത പാടുകളുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ കണ്ണുകൾ കൂടുതൽ സങ്കീർണവും അവയ്ക്കിടയിൽ അദൃശ്യമായി നിൽക്കുന്നതുമാണ്. ഒരു ചിലന്തിക്ക് തീർച്ചയായും 8 കാലുകളുണ്ട്. ഒരു ഉറുമ്പിന് 6 കാലുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് അനുകരണം കൂടുതൽ അത്ഭുതകരമാകുന്നത്. ഉറുമ്പ് ചിലന്തികൾ അവയുടെ മുൻ ജോഡി കാലുകൾ ഉയർത്തിപ്പിടിക്കുന്നു. അങ്ങനെ അവ ഒരു ഉറുമ്പിൻ്റെ ആൻറ്റിനയോട് സാമ്യമുള്ളതാവുന്നു. ആൺ ഉറുമ്പ് ചിലന്തിക്ക് അതിൻ്റെ വഞ്ചന കൂടുതൽ ബുദ്ധിമുട്ടാണ്. കാരണം പ്രകൃതി അതിന് എതിരാളികളെ നേരിടാൻ നീളമുള്ള താടിയെല്ലുകൾ നൽകിയിട്ടുണ്ട്. താടിയെല്ലുകൾ അടച്ചു പിടിച്ചിരിക്കുന്നു. ഇത് ചത്ത തൊഴിലാളി ഉറുമ്പിൻ്റെ ശരീരം അത് കൊണ്ടുപോവുകയാണെന്ന പ്രതീതി നൽകുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും വിപുലമായ ഒരു വഞ്ചന നടത്താൻ ഉറുമ്പ് ചിലന്തി പരിണമിച്ചത്? കെരൻഗ ജമ്പറിനെ സംബന്ധിച്ചിടത്തോളം സംരക്ഷണമാണ് ലക്ഷ്യം. നെയ്ത്തുകാരുടെ ഉറുമ്പുകൾ പ്രാണികളുടെ ലോകത്ത് ഭയപ്പെടുന്ന ഒരു വിഭാഗമാണ്. അവ ആക്രമണകാരികളാണ്. നുഴഞ്ഞുകയറ്റക്കാരെ ഓടിക്കാൻ അല്ലെങ്കിൽ കൊല്ലാൻ വേഗത്തിൽ കൂട്ടം കൂടുന്നു. അവയ്ക്ക് വളരെ ദുർഗന്ധം അനുഭവപ്പെടുന്നതിനാൽ അവയ്ക്ക് കുറച്ച് വേട്ടക്കാരുണ്ട്. ഒരു നെയ്ത്തുകാരൻ ഉറുമ്പായി മാറുന്നതിനേക്കാൾ സുരക്ഷിതമായിരിക്കാൻ എന്താണ് നല്ലത്? ഉറുമ്പ് ചിലന്തി ഒരു നേർത്ത രേഖയിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. തങ്ങളിൽ ഒന്നായി നടിച്ചുകൊണ്ട് കൂട്ടുകൂടുന്ന അതേ ഉറുമ്പുകൾക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നിയാൽ ഒരു ചെറിയ നിമിഷത്തിൽ തന്നെ അതിനെ ആക്രമിക്കാൻ കഴിയും. അതിനാൽ ചിലന്തി എപ്പോഴും അതിൻ്റെ അശ്രദ്ധമായ സംരക്ഷകരുടെ ചുറ്റളവിൽ തന്നെ തുടരും. പക്ഷേ ഒരിക്കലും നടുവിൽ ആയിരിക്കില്ല. അത് ചെറിയ വലകൾ നെയ്യുന്നു. അവിടെ അത് മൂടിയിരിക്കും. കടന്നു പോകുന്ന പ്രാണികളെ പിടിക്കാൻ പുറത്തേക്ക് ചാടുന്നു. കെരൻഗ ജമ്പർ അത് സാഹസിക്കുന്ന ഉറുമ്പുകൾക്ക് ഒരു ദോഷവും വരുത്തുന്നില്ല. എന്നാൽ മറ്റുറുമ്പ് ചിലന്തികൾക്ക് അത്തരം ഒരു മടിയുമില്ല. സോഡാറൈഡ് എന്നറിയപ്പെടുന്ന ഉറുമ്പ് ചിലന്തികളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഉറുമ്പുകളെ അനുകരിക്കുക മാത്രമല്ല അവയെ സജീവമായി വേട്ടയാടുകയും ചെയ്യുന്നു. ഈ ജീവികൾ അവർ വളരെ അടുത്ത് ഇടപഴകുന്ന ഉറുമ്പുകളോട് സാമ്യമുള്ളവയല്ല. പക്ഷേ അവയ്ക്ക് മറ്റൊരു തന്ത്രമുണ്ട്. അവ ഉറുമ്പിനെ സംസാരിക്കാൻ പഠിച്ചിരിക്കുന്നു. ഒരു സൈനിക ഉറുമ്പിനെ നേരിടുമ്പോൾ മറ്റൊരു ഉറുമ്പ് ചെയ്യുന്നത് പോലെ അവ അതിൻ്റെ ആൻറ്റിനകളെ സ്പർശിക്കുന്നു. അതിനാൽ കടന്നു പോകാൻ അനുവദിക്കപ്പെടുന്നു. പ്രതിരോധങ്ങൾ കടന്നുപോയാൽ ഉറുമ്പ് കോളനിയിലെ ദുർബലരായ അംഗങ്ങളെ അവ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കുന്നു. ഇരയെ കൊണ്ടുപോകുമ്പോൾ വെല്ലുവിളിക്കപ്പെട്ടാൽ അവർ ശരീരം കൈമാറുക മാത്രമാണ് ചെയ്യുന്നത്. ഉറുമ്പ് കോളനിക്കുള്ളിൽ സ്വീകാര്യമായ ഒരു പെരുമാറ്റം. എല്ലാവർക്കും താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.